ബിഗ് ബോസ് മലയാളം സീസൺ 7 ഗ്രാൻഡ് ഫിനാലയുടെ മറ്റൊരു അപ്ഡേറ്റ്, ഒരാളും കൂടെ പുറത്തു പോയിട്ടുണ്ട്. അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ടോപ്പ് 5-ൽ നിന്ന് മൂന്നാമതൊരാളും കൂടെ എവിക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഷൂട്ടിംഗ് ഇപ്പോൾ ആരംഭിച്ച് പൊക്കോണ്ടിരിക്കുകയാണ്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു CS റോക്കേഴ്സ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണ് ഹൈപ്പ് എന്ന് പറഞ്ഞ് അടിച്ചു പൊട്ടിക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അങ്ങനെ മൂന്നാമതായിട്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിട്ടുള്ളത് ഷാനവാസ് ആണ്. വളരെ നമ്മൾ ഒരുപാട് അൺഒഫീഷ്യൽ പോളിംഗ് റിസൾട്ടൊക്കെ നോക്കുമ്പോഴൊക്കെ ഷാനവാസ് ആയിരിക്കും ഏറ്റവും മൂന്നാം സ്ഥാനത്ത് തന്നെയാണ് എപ്പോഴും നിൽക്കുക. കയറിപ്പോകത്തില്ല, അതുപോലെ ഇറങ്ങിപ്പോകത്തില്ല. ആ രീതിയിൽ മൂന്നാം സ്ഥാനത്ത് നിലകൊള്ളുന്ന ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു ഷാനവാസ്. അങ്ങനെ ഷാനവാസ് ആണ് മൂന്നാമത് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിട്ടുള്ള എന്നൊരു ഒഫീഷ്യൽ വാർത്തയാണ് ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ഇടയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഷൂട്ടിംഗ് ആരംഭിച്ചോട്ടെ, രാവിലെ തന്നെ ഷൂട്ടിംഗ് ആരംഭിച്ചു. ഇന്നലെ സത്യം പറഞ്ഞാൽ കുറച്ച് ഡാൻസ് പരിപാടി അങ്ങനത്തെ കാര്യങ്ങളുടെ ഷൂട്ടിംഗ് ആണ് ചെയ്തത്. ഇന്ന് രാവിലെയാണ് എവിക്ഷൻ്റെ ഷൂട്ടിംഗ് ചെയ്തത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ രാത്രി 12 മണിക്കാണ് വോട്ടിംഗ് അവസാനിച്ചത്. അതുകൊണ്ട് തന്നെയായിരിക്കും ഇന്ന് രാവിലെ തന്നെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ട് അങ്ങനെ 2 പേര് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഔട്ടായി പുറത്ത് പോയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ആരൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഇട്ടേക്കാം. അതുപോലെ തന്നെ ചാനൽ ഒന്ന് കയറി ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ആദ്യം പോയതും രണ്ടാമത് പോയതും എല്ലാ ആൾക്കാരെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. അങ്ങനെ ഷാനവാസ് ആണ് മൂന്നാമത് പോയിട്ടുള്ളത് കേട്ടോ. ഷാനവാസ് ഏതോ ഒരു ടാസ്ക് വഴിയിലൂടെ തന്നെയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ടുള്ളത്. ഷാനവാസ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നമ്മുടെ മോഹൻലാൽ സാറിനെ അല്ലെങ്കിൽ ലാലേട്ടനെ കണ്ടിട്ട് ലാലേട്ടന് മുമ്പിൽ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, ലാലേട്ടൻ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചല്ല ഇത്രയും ദിവസമൊക്കെ നിൽക്കുന്ന, എനിക്ക് ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി ഒരുക്കി തന്ന എൻ്റെ മോൾ ഷൈൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഏഷ്യാനെറ്റിനൊക്കെ ഒരായിരം നന്ദി ഞാൻ പറയുന്നു എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്ക് ഷാനവാസ് സംഭവിച്ചിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. എനിക്ക് കുറച്ച് ദേഷ്യമൊക്കെ വരുന്ന ടൈപ്പ് ഒരാളായിരുന്നു. പക്ഷേ എൻ്റെ ദേഷ്യങ്ങളൊക്കെ മാറി നിന്ന് ഇപ്പോൾ എനിക്ക് നല്ലൊരു മനുഷ്യരായിട്ട് പെരുമാറാനൊക്കെ പറ്റി. എനിക്ക് ഒത്തിരി മാറ്റങ്ങൾ ഈ ബിഗ് ബോസ് വീട്ടിൽ സംഭവിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുക്ക് ചെയ്യാനൊന്നും വലിയ രീതിയിൽ അറിയത്തില്ലായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ കുക്ക് ചെയ്യാനൊക്കെ നല്ലതായിട്ട് പഠിച്ചിട്ടുണ്ട്. അതിനൊക്കെ എനിക്ക് ഈ ബിഗ് ബോസ് ഹൗസാണ് ചെയ്തത്. എനിക്ക് നല്ലൊരു മാറ്റം തന്നെ ഈ ബിഗ് ബോസ് വീട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ബിഗ് ബോസ് വീട്ടിൽ കുറേ ഗെയിമുപരമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ലാലേട്ടനുമായിട്ട് ഓപ്പണായിട്ട് സംസാരിക്കുന്ന നമ്മുടെ ഷാനവാസിനെയാണ് കാണുന്നത്. ഷാനവാസ് ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ അവിടെയുള്ള ബാക്കിയുള്ള കണ്ടസ്റ്റൻസ്, റിമൈനിങ് ആയിട്ടുള്ള ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ ബിസിലടിക്കുന്നു, കാർന്നു കൂവുന്നു, ഷാനവാസ് എന്നൊക്കെ പറയുന്നു. എന്നിട്ട് ലാലേട്ടൻ എല്ലാവർക്കും ഒരു ട്രോഫി കൊടുക്കുന്നുണ്ട്, ഒരു ചെറിയ ട്രോഫി. അത് ജയിച്ചതിന് ട്രോഫി അല്ല, അല്ലാണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞൊരു ട്രോഫി കൊടുക്കില്ല. അപ്പം അങ്ങനത്തെ ട്രോഫി എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷാനവാസിനും ആ രീതിയിൽ ഒരു ട്രോഫി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഷാനവാസ് ആ ട്രോഫിയൊക്കെ മേടിച്ചിട്ട് നേരെ ചെന്നിട്ട് ആ സൈഡിലുള്ള ഒരു വലത്തുവശത്തുള്ള ആ സൈഡിലുള്ള സോഫയിൽ കയറി ഇങ്ങനെ ഷാനവാസും പോയിരിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും കുറച്ച് ഡാൻസ് പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ടോപ്പ് 2 2 പേരെ ഇനി അവശേഷിക്കുന്നുള്ളൂ ഗ്രാൻഡ് ഫിനാലെ ഷൂട്ടിംഗിൽ. അതായത് അനീഷും അനുമോളും. ഇവർ 2 പേരിൽ ആര് കപ്പടിക്കുമെന്ന ഒരു ചോദ്യചിഹ്നവുമായിട്ടാണ് ഇപ്പോൾ ഷാനവാസ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഷാനവാസ് കപ്പടിക്കത്തില്ല എന്ന് പലവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. നമുക്ക് എല്ലാം എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് അനുമോൾ, അതുപോലെ തന്നെ അനീഷ്, ഇവർ 2 പേരിൽ ആരായിരിക്കും കപ്പടിക്കുന്നതെന്നാണ് നമ്മൾ ഉറ്റി നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അത് ഇതുവരെ ഷൂട്ടിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഷൂട്ടിംഗ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടുമ്പോൾ തന്നെ ഞാൻ അത് എന്തായാലും അപ്ഡേറ്റ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിന്നോട്ടോ. ഞാൻ അപ്ഡേറ്റ് കിട്ടുമ്പോൾ തന്നെ ഇന്നൊരു ഉച്ച അല്ലെങ്കിൽ ഒരു വൈകുന്നേരം ആകുമ്പോഴേക്കും നമുക്ക് പടപെടാൻ ആരാണ് പുറത്തു പോയത്, ആരാണ് വന്നത്, ആരാണ് ജയിച്ചതെന്ന് വരെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഷാനവാസ് എവിക്ഷൻ ഏത് മോഡലായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ രീതിയിലുള്ള ഒരു ഐഡിയ ഇല്ല കേട്ടോ. എന്തായാലും അടുത്ത അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.